അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സമ്പത്ത് ആഗ്രഹിക്കുന്നവരാണ്. സമ്പത്ത്, പണം ഇല്ലാതെ നമ്മൾ ഈ ഒരു ലോകത്തിൽ നിന്ന് നമുക്ക് ജീവിക്കാൻ അസാധ്യമാണ്. കാരണം എന്തിനും ഏതിനും നമുക്ക് ഇന്ന് പണം ആവശ്യമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ അള്ളാഹുവിൻ്റെ ബർക്കത്ത് ഉണ്ടാകുവാനും നമുക്ക് കിട്ടുന്ന ശമ്പളം നമ്മുടെ വീട്ടിലുള്ള മക്കൾക്കോ ഭർത്താവിനോ ഭാര്യക്കോ ഉപ്പാക്കോ ആർക്കാണോ നമ്മളുടെ വീട്ടിൽ നമ്മുടെ ചെലവ് നടത്തുന്നത് ആരാണോ, ജോലി ചെയ്യാൻ പോകുന്നത് ആരാണോ, അവർക്ക് അവരുടെ ശമ്പളത്തിൽ വരുമാനത്തിൽ നല്ല വർധനവ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും ജീവിതത്തിൽ സാമ്പത്തികപരമായിട്ടുള്ള ഐശ്വര്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടും ഒരു സ്വലാത്തുണ്ട്. ഈ ഒരു സ്വലാത്ത് നമ്മൾ ദിവസവും 100 വട്ടം പതിവായി ചൊല്ലുകയാണെങ്കിൽ നമ്മളെ ഞെട്ടിക്കുന്ന അത്ഭുതം നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമുക്ക് കിട്ടുന്ന സാലറി, നമുക്ക് കിട്ടുന്ന വരുമാനം, നമുക്ക് കിട്ടുന്ന ശമ്പളം വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. നമ്മുടെ സമ്പത്തിൽ അല്ലാഹു തആല ഖൈറും ബർക്കത്തും റഹ്മത്തും നിലനിർത്തി തരും എന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരു അത്ഭുത സ്വലാത്തിനെ ആരെങ്കിലും ദിവസവും പതിവാക്കി ചൊല്ലുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ അല്ലാഹു തആല എത്ര വലിയ പ്രയാസങ്ങളുണ്ടെങ്കിൽ പോലും അതിനെ ഇല്ലാതെയാക്കുകയും അവരുടെ ആഗ്രഹം എന്താണോ അത് അവർക്ക് ഹാസിലാക്കി കൊടുക്കുകയും ചെയ്യും. അതിനു കൂടെ തന്നെ അവർക്ക് ബോണസായിട്ട് കിട്ടുന്നതാണ് അവൻ്റെ സാമ്പത്തികപരമായിട്ടുള്ള വർധനവ്, വളർച്ച എന്ന് പറയുന്നതും. അപ്പോൾ സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് പുണ്യം കിട്ടാനുണ്ട്. ഏത് രീതിയിലുള്ള സ്വലാത്ത് നമുക്ക് ചൊല്ലാവുന്നതാണ്. ദിവസവും നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നവരാണെങ്കിൽ രോഗങ്ങൾ നമുക്ക് വരില്ല, പ്രയാസങ്ങൾ അല്ലാഹു തആല തട്ടിമാറ്റപ്പെടും. അതുപോലെ ജീവിതത്തിലുള്ള കഷ്ടപ്പാടുകളും വിഷമങ്ങളും മാറിക്കിട്ടുവാൻ നമുക്ക് സ്വലാത്ത് നിയ്യത്താക്കിക്കൊണ്ട് എന്തും ചൊല്ലിയാൽ ആ കഷ്ടപ്പാട് മാറിക്കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സ്വലാത്തിനെ നമ്മൾ പതിവായി ചൊല്ലിയാൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. രോഗങ്ങൾ മാറിക്കിട്ടും, നമ്മുടെ ഹലാലായ മുറാദുകൾ ഹാസിലായി കിട്ടും. ഏറ്റവും വലിയ ആഗ്രഹം നമുക്ക് എന്താണോ അത് നമുക്ക് നടന്നു കിട്ടും. നമ്മുടെ പ്രയാസങ്ങളും ജീവിതത്തിലുള്ള കഷ്ടപ്പാടുകളും ഒക്കെ മാറിക്കിട്ടും. ശരീരത്തിനും മനസ്സിനും ആരോഗ്യവും സമാധാനവും സന്തോഷവും കിട്ടും. അതിന് കൂടെ തന്നെ നമ്മൾ ചോദിക്കാതെ തന്നെ നമ്മുടെ സമ്പത്തിൽ അല്ലാഹു തആല വലിയ വർധനവും വലിയ ഉയർച്ച നൽകിക്കൊണ്ടേയിരിക്കും. അപ്പം ഏതാണ് ആ സ്വലാത്ത്? ഐശ്വര്യത്തിൻ്റെ സ്വലാത്ത് എന്ന് അറിയപ്പെടുന്ന സ്വലാത്തുൽ നൂറിൽ അൻവാർ എന്നതാണ്. അല്ലാഹുമ്മ സല്ലി അലാ നൂറിൽ അൻവാരി വസിറിൽ അസ്റാറി വതിറിയാഖിൽ അഅയാരി വമിഫ്താഹി ബാബിൽ യസാരി സയ്യിദിനാ മുഹമ്മദിനിൽ മുഖ്താരി വആലിഹിൽ അത്ഹാരി വഅസ്ഹാബിഹിൽ അഖിയാരി അദദ നിഅമില്ലാഹി വഇഫ്ളാലിഹി. ഇത് നിങ്ങൾ സ്ക്രീനിൽ നോക്കിയിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തൊക്കെ വെക്കുക. എന്നിട്ട് ഈ ഒരു സ്വലാത്തിനെ ദിവസവും 100 വട്ടം നിങ്ങളൊന്ന് ചൊല്ലി നോക്കി. പതിവായി ചൊല്ലണം കേട്ടോ. ഒരു ദിവസം കൊണ്ട് ചൊല്ലി നിർത്താൻ പോകരുത്. പതിവായിട്ട് നമ്മൾ ചൊല്ലുമ്പോഴാണ് അല്ലാഹു തആല നമ്മൾ അറിയുന്നത്. അല്ലാഹു തആല നമ്മുടെ മനസ്സിലെ ഉദ്ദേശം അല്ലാഹുക്കൊക്കെ അറിയുന്നതാണ്. എന്നാൽ പോലും നമ്മുടെ ഉദ്ദേശം നമുക്ക് സഫലീകരിച്ച് കിട്ടണമെങ്കിൽ, നമ്മുടെ സമ്പത്തിൽ ഉയർന്ന വരുമാനം കിട്ടണമെങ്കിൽ ഈ ഒരു സ്വലാത്തിനെ നമ്മൾ അധികരിപ്പിച്ച് ചൊല്ലിക്കൊണ്ടേയിരിക്കണം. പതിവായിട്ട് നമ്മൾ ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തആല നല്ല ഒരു വെളിച്ചം കിട്ടും. മറ്റുള്ളവർക്ക് പോലും ഒരു അസൂയ വരുന്ന രീതിയിലുള്ള ഒരു നല്ല ഉയർച്ചയും തെളിച്ചവും അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ നൽകിക്കൊണ്ടേയിരിക്കും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് ഈ ഒരു സ്വലാത്ത് എല്ലാവരുടെ വീട്ടിലും എല്ലാ ദിവസവും പതിവായിട്ട് ചൊല്ലുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമ്മുടെ ഹലാലായ മുറാദുകൾ അത് എന്തുമാകട്ടെ അത് അല്ലാഹു തആല സ്വലാത്തുകൾ കൊണ്ട് പെട്ടെന്ന് നമുക്ക് ഹാസിലാക്കി തരികയും ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.